Okay, hi guys, എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞാൻ ഈ ഒരു മുളക് പിടിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് ഈ ഒരു മുളക് കൊണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ 4 മണിയൊക്കെ ടൈമിൽ നമുക്ക് ടീയുടെ കൂടെ അല്ലെങ്കിൽ കോഫിയുടെ കൂടെ ജസ്റ്റ് സ്നാക്സ് ആയിട്ട് നമ്മളെല്ലാവരും ക്രിയേറ്റീവ് സാധനമായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പറഞ്ഞാൽ നമ്മൾ മുളക് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഹൈദരാബാദാണുള്ളത്. അപ്പോൾ നമ്മുടെ നെയ്ബർ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മുളക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് മുളക് വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് അതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. അപ്പോൾ എന്തായാലും മുളക് വേണം, മുളക് പൊടി. അത് നമുക്ക് ജസ്റ്റ് എന്തായാലും ഓൾറെഡി ഇതിന് അധികം എരിവില്ലാത്ത മുളകായിരിക്കും. നമുക്ക് അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇടാം. പിന്നെ നമുക്ക് എന്തായാലും സാൾട്ട് വേണം, ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിഞ്ചിട്ടാൽ മതി, അതിന് വേണ്ടി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ചാറ്റ് മസാലയാണ്. നമുക്ക് ഇതുപോലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ ഉണ്ടാക്കാം. പിന്നെ എന്തായാലും നമുക്ക് കടലമാവ് വേണം. ഇതാണ് കടലമാവ്. അപ്പൊ കടലമാവ് വെച്ചിട്ടാണ് നമ്മളിത് ബാറ്ററി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് കടലമാവ് വേണം. ദെൻ കുറച്ച് കുക്കിംഗ് സോഡ, ഒരു പിഞ്ചിന് വേണ്ടിയിട്ട്. ദെൻ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ഈ ഒരു ബജി ഉണ്ടാക്കാൻ. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറച്ച് കടലമാവ്, മുളക് പൊടി, പിന്നെ ഒരു പിഞ്ച് നമ്മൾ ബേക്കിംഗ് സോഡ ആൻഡ് ഉപ്പ്, സോൾട്ട് ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കപ്പ് കുറച്ച് വെള്ളം എടുക്കുക. അധികം നമുക്ക് ബാറ്ററി ലൂസ് ആവാൻ പാടില്ല, അതുപോലെ പക്ഷെ അധികം ടൈറ്റ് ആവാൻ പറ്റില്ല. കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം. ഓക്കെ, അത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് മുളകിലൊന്ന് ഫിൽ ചെയ്തിട്ട് കാണിച്ചിടാം. ഓക്കെ, ഓക്കെ നമ്മളിപ്പം ഗ്യാസ് ഓൺ ആക്കി നമ്മുടെ ഇതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ അതിൽ എന്താണോ അതിലുണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ബാറ്ററും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് അധികം ലൂസ് ആവാൻ പാടില്ല. ലൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ മുളകിൽ പിടിക്കില്ല. അപ്പൊ കുറച്ചൊരു കട്ടിയിൽ, പക്ഷെ അധികം കട്ടി വേണ്ട. നമുക്ക് വേണമെങ്കിൽ ലൂസ് ചെയ്യാം, അതിന് ഈസിയാണ്. കുറച്ച് മുളക് പൊടി ഞാൻ വേണമെങ്കിൽ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ചട്ടി നന്നായി ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഇട്ടിട്ട് മുളകിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ചെയ്തു. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ് അവിടെ പറയാണ് ലാഗ് എടുപ്പിക്കാം, പക്ഷെ നമുക്കിത് കറക്റ്റ് ആയിട്ട് തന്നെ വരണ്ടേ. എന്നാലും നമ്മൾ നന്നായിട്ട് മുക്കിയെടുത്തിട്ടുണ്ട്. നമുക്കത് ഈ എണ്ണയിലേക്ക് ഇടാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് നമുക്ക് വറുത്തിട്ട് കോരി മാറ്റിയെടുക്കാം. അപ്പൊ നമ്മള് അത് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ബജി, അതായത് മുളക് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഗ്രീഡിയൻസ് വേണ്ട, കടലമാവും ജസ്റ്റ് മുളകും പൊടിയും ഉപ്പും ഇട്ടിട്ട് നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന മുളക് ബജിയാണ്. എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യാം. നമുക്ക് ഈവനിങ് ഒക്കെ ഇനിയിപ്പോ വെക്കേഷൻ ഒക്കെയാണ് വരുന്നപ്പോ കുട്ടികളൊക്കെ വീട്ടിലുള്ളപ്പോ നിങ്ങൾക്ക് 4 മണിക്ക്